ഈശോയുടെ ഏറ്റവും വാത്സല്യമുള്ള പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ അലക്സച്ചൻ, ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന സ്നേഹം നിറഞ്ഞ എലിയച്ഛൻ, ഈ ഇടവകയുടെ സ്വന്തമായ സെബാസ്റ്റ്യൻ അച്ഛൻ, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ അമ്മയോടാണ്. ഈ നാടിൻ്റെ അഭയവും നമ്മുടെയൊക്കെ ജീവിതത്തിന് അനുഗ്രഹദായകവും ഈ ഇടവകയുടെ മധ്യസ്ഥയും അമലോത്ഭവയുമായ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ തന്നെ കിഴക്ക് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉഷകാല നക്ഷത്രം ഉദിച്ചു നിൽക്കുക. ഉദയസൂര്യന് മുമ്പേ ഉഷകാല നക്ഷത്രം ഉദിച്ചുയർന്നുകൊണ്ട് ഉദയസൂര്യന് വഴികാട്ടിയായി മാറുന്ന പരിശുദ്ധ അമ്മയെ പരാമർശിച്ചുകൊണ്ടാണ് പറയുക, ഈശോ ഉദയസൂര്യനാണെങ്കിൽ പരിശുദ്ധ അമ്മ ഉഷകാല നക്ഷത്രമാണ് എന്ന് വിശുദ്ധ അംബ്രോസ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേയുള്ള ഗോവിണിയാണ് എന്നുള്ളത് എന്നാണ് പറയുക. കൃപയുടെ നിറവായ നന്മ നിറഞ്ഞവളായ പാപദേശമേശാത്ത പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്. പാപകരമായ അല്ലെങ്കിൽ പാപത്തിലൂടെ ജീവിക്കുന്ന മനുഷ്യർക്കൊക്കെ വഴികാട്ടിയായി പാപത്തിൽ നിന്നും മാറി സഞ്ചരിക്കുവാനായിട്ട് എന്നും തുണയും സങ്കേതവുമായി മാറുന്ന ഏതൊരു കുഞ്ഞിന്റെയും നാവിൻ തുമ്പില് ആദ്യമായി ഉരിയാടുന്ന രണ്ട് പദം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ നിസ്സംശയം പറയാൻ സാധിക്കുന്നത് അമ്മ എന്നുള്ളത്. ഈ അമ്മ എന്ന പദത്തിനുള്ളിൽ തന്നെ അത്രമാത്രം വാത്സല്യം നിറഞ്ഞിരിക്കുന്ന ഒരു പദമാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ്. പരിശുദ്ധനാളാണ് നാം എന്ന് ആഘോഷിക്കുക. പഴയ നിയമ പുസ്തകത്തിൽ രാജ പറയുന്നുണ്ട്, ഇതെന്റെ കുഞ്ഞാണ് എന്ന് പറയുമ്പോൾ അടുത്തവളും ഇതേ രീതിയിൽ തന്നെ അടുത്തവളോട് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഇത് നിന്റെ കുഞ്ഞല്ല, ഇത് എന്റെ കുഞ്ഞാണ്, എന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല. അവര് തമ്മിലുള്ള തർക്കം നോക്കുമ്പോഴാണ് രാജാവിന്റെ മുന്നിലെത്തുക. സോളമൻ രാജാവിന്റെ മുന്നിൽ എത്തിക്കഴിയുമ്പോൾ സോളമൻ രാജാവ് രണ്ടുപേരെയും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് നിന്റെ കുഞ്ഞ്. സോളമൻ രാജാവ് പറയുന്നുണ്ട്, ഒരു വാളെടുത്ത് കൊണ്ടുവരാൻ പറയുക. ഒരു വാളെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഈ കുഞ്ഞിനെ രാജസദസ്സിൽ കൊണ്ടുവന്ന് കിടത്താൻ ആവശ്യപ്പെട്ടിട്ട് രാജകൽപ്പന കൊടുക്കുകയാണ്. ആ കുഞ്ഞിനെ രണ്ടായി മുറിച്ച് ഒരു ഭാഗം ഒരുവൾക്കും അടുത്ത ഭാഗം അടുത്തവൾക്കുമായിട്ട് കൊടുക്കുവാനായിട്ട് രാജാവ് കൽപ്പിക്കുന്ന ആ നിമിഷം അതിലൊരു സ്ത്രീ വാവിട്ട് കരഞ്ഞുകൊണ്ട് രാജാവിനോട് പറയുന്നുണ്ട്, എന്റെ കുഞ്ഞിനെ കൊല്ലരുത്, എന്റെ കുഞ്ഞിനെ കൊല്ലരുത്, ആ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തേക്കുക, ജീവനോടെ എനിക്ക് ആ കുഞ്ഞിനെ കാണാനായിട്ട് സാധിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ പറയുക, ആ കുഞ്ഞിനെ കൊല്ലരുത് എന്ന്. മറ്റവള് പറയുന്നുണ്ട്, കുഞ്ഞിനെ കൊല്ലുവാണെങ്കിൽ കൊന്നിട്ട് അവൾക്ക് പകുതി കൊടുക്കണം, എനിക്ക് പകുതി കിട്ടണമെന്ന് ആക്രോശിക്കുമ്പോഴാണ് സോളമൻ രാജാവ് പറയുക, ആ കുഞ്ഞിനെ ആദ്യം പറഞ്ഞവൾക്ക് കൊടുക്കുക, അവളാണ് യഥാർത്ഥത്തിൽ അമ്മ എന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ അമ്മയും നമ്മളോട് പറയുക ഇത് തന്നെയാണ്. അമ്മയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളോട് എന്ത് പറയണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഒരമ്മ സംസ്കാരം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണമെന്നുള്ളത്. ഒരമ്മ സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചോരമണക്കുന്ന ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾക്ക് പിന്നില് അമ്മമാരുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം ഒരു പക്ഷേ തോന്നിയേക്കാം. സ്ത്രീത്വത്തിന് പോലും വില പറയുന്ന ഈ കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ സ്ത്രീത്വം പോലും വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഏത് കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അവിടെ ഒരു സ്ത്രീയെ അപമാനപ്പെടുത്തുന്നതിന് കൂട്ടുനിൽക്കുന്ന സ്ത്രീകളുള്ള ഇന്നത്തെ സമൂഹത്തില് ഒരമ്മ സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറയുക, ഒരമ്മ സംസ്കാരം അതിന് നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണെന്നാണ് പറയുക. അമ്മ സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
പരിശുദ്ധ അമ്മ പറയുക 3 കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആവശ്യപ്പെടുന്നത്. പല പ്രാവശ്യം ഒരുപക്ഷെ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച അപേക്ഷകളൊക്കെ യാചനകളൊക്കെ ആയിട്ട് ഇവിടെ ഒരുപക്ഷെ വന്ന് അമ്മയുടെ മുന്നിൽ സമർപ്പിച്ച് കടന്നു പോകുമ്പോൾ വേദനകളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അമ്മയുടെ മുന്നിൽ സമർപ്പിച്ച് കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഈ അമ്മ പറയുന്നുണ്ട്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കുവാൻ ഒരു നിമിഷം നിങ്ങളുടെ ആ ചെവി എനിക്കൊന്ന് തരുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അതിലൊന്നും ശ്രദ്ധ പതിപ്പിക്കാതെ ആവശ്യങ്ങൾ സമർപ്പിച്ച് കടന്നു പോകുന്ന മനുഷ്യരാണ് നമ്മിൽ പലരും. അമ്മ പറയുക ഇതാണ് 3 കാര്യങ്ങൾ അമ്മയെ ഓർമ്മപ്പെടുത്തുകയാണ്. അമ്മ പറയുക, ഒന്നാമതായിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ പഠിക്കണം. എന്റെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി അമ്മ പറയുക സാമൂഹിക പ്രതിബദ്ധതയുണ്ടാകണമെന്നാണ് പറയുക. ഒന്നാമതായിട്ട് പറയുന്നത് അതാണ്, സാമൂഹിക പ്രതിബദ്ധതയുണ്ടാകണം. നീ ജീവിക്കുന്നത് ഒറ്റയായിട്ടല്ല, ഈ സമൂഹത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം കൂട്ടത്തിലുള്ളവരെ ചേർത്ത് പിടിക്കണമെന്നുള്ളത്. മൂന്നാമതായിട്ട് പറയുക നിന്റെ സാന്നിധ്യം അനുഗ്രഹമായിട്ട് മാറണം. ഈ 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പറയുക ഒരു അമ്മ സംസ്കാരത്തിന് ഈ സമൂഹത്തിൽ രൂപം കൊടുക്കണമെന്ന്. സാമൂഹിക പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ പരിശുദ്ധി അമ്മ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മാലാഖവെന്ന് മാതാവിനോട് ആവശ്യപ്പെടുന്നുണ്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പന പറയുമ്പോൾ ഭയപ്പാടോടുകൂടെ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന്. കാരണം ആ സമൂഹത്തിൽ ഒരു സ്ത്രീ പുരുഷനറിയാതെ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, വിവാഹിതയായ ഒരു സ്ത്രീ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ ഒറ്റപ്പെടുക മാത്രമല്ല കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമെന്നുള്ള ഒരവസ്ഥ കൂടിയുണ്ട്. പാപിനിയാണ് എന്ന് മുദ്ര കുത്തപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാമുദായികമായിട്ടുള്ള ഒരു ആചാര വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് താൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുന്ന അമ്മ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ സകലവിധ കാര്യങ്ങളും വ്യക്തമായിട്ട് ദൈവത്തിന്റെ ദൂതൻ പരിശുദ്ധി അമ്മയുടെ മുന്നിൽ പറഞ്ഞു കഴിയുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്നുള്ളത്. ഇത് അമ്മയ്ക്ക് വേണ്ടി എടുത്ത ഒരു ദൗത്യമായിരുന്നില്ല. മംഗളവാർത്ത എന്ന മനോഹരമായ പദത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രതിസന്ധിയും വേദനയും സഹനവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ എന്താണ് എന്ന് അറിയണമെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള സാമൂഹികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. യഹൂദ വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് ഈ ഒരു അവസ്ഥയിൽ ഈ പരിശുദ്ധി അമ്മ ഒരുപക്ഷെ എല്ലാവരും തിരസ്കരിക്കപ്പെടുന്ന പാപിനിയായ ഒരു സ്ത്രീയായി മുദ്രകുത്തപ്പെട്ട അവസാനം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമെന്നുള്ളതാണ്. പക്ഷെ ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്റെ കൂടെയുണ്ടെങ്കിൽ എന്തിന് ഞാൻ ആരും ഭയപ്പെടണമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി അമ്മ പറയുക ഇതാ കർത്താവിന്റെ ദാസി. ഇത് സമൂഹത്തിനോടുള്ള ഒരു പ്രതിബദ്ധതയായിരുന്നു. ആ സമൂഹത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഞാനൊരു കാരണമായി തീരണമെങ്കിൽ ആ സഹനം ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകുന്ന പരിശുദ്ധി അമ്മ പറയുന്നത് ഇതാ കർത്താവിന്റെ ദാസി എന്നുള്ളതാണ്. ഇതാണ് മംഗളവാർത്ത എന്ന് പറയുക. ഒരുപക്ഷെ അമ്മയ്ക്കായിരുന്നില്ല ഈ മംഗളമായ വാർത്ത എന്ന് പറയുക. ഈ വാർത്ത മംഗളകരമാകുന്നത് മനുഷ്യവർഗത്തിനായിരുന്നു, ആ സമൂഹത്തിന് വേണ്ടിയായിരുന്നു. ആ സമൂഹത്തിന് ഒരു മംഗളവാർത്തയാകുന്നതിന് വേണ്ടി പരിശുദ്ധി അമ്മ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൂട്ടത്തിലുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ ആ വിഷമം എന്റേതാണ് എന്ന ചിന്തയോടുകൂടെ ഇറങ്ങി പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതല്ലാതെ എന്റെയും ഞാനും എന്റെ കുടുംബവും എന്നുള്ള ചിന്തയോടുകൂടെ എന്റേത് മാത്രമെന്ന സ്വാർത്ഥ മോഹത്തോടുകൂടെ എല്ലാവരിൽ നിന്നും പിന്മാറിക്കൊണ്ട് എനിക്ക് മാത്രമെന്ന ചിന്തയോടുകൂടെ ജീവിക്കുമ്പോൾ ഒറ്റപ്പെട്ട മനുഷ്യരായിട്ട് സമൂഹത്തിൽ ഒറ്റപ്പെടുവാനായിട്ട് ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറിച്ച് സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് പരിശുദ്ധി അമ്മ നമ്മളോട് പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാ കർത്താവിന്റെ ദാസൻ എന്നും ദാസി എന്നും എനിക്കും നിങ്ങൾക്കും പറയുവാനായിട്ട് സാധിക്കണം. 2010 ഏപ്രിൽ 18 തോന്നുന്നു അയില ചുഴലിക്കാറ്റ് പശ്ചിമ ബംഗാളിൽ വീശിയടിച്ചൊരു സമയം പത്രത്തിൽ വന്നൊരു വാർത്തയുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകാം, കേട്ടിട്ടുണ്ടാകാം, ഒരുപക്ഷെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകാം. ഈ അയില ചുഴലിക്കാറ്റില് വീശിയടിച്ച ചുഴലിക്കാറ്റില് ഒരു ഗ്രാമം മുഴുവനും നശിക്കുകയാണ്. വീടുകളൊക്കെ നഷ്ടപ്പെട്ട് വഴിയോരത്താകുന്ന സാധാരണക്കാരായ മനുഷ്യന്റെ ദുഃഖം തിരിച്ചറിയുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തില് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവളുടെ സമ്മാനമായിട്ട് ഒരു തുക കിട്ടി കഴിയുമ്പോൾ അവൾ ആ തുകയുമായിട്ട് അപ്പന്റെ അടുത്ത് ചെല്ലുകയാണ്. ആദ്യത്തെ വിശ്വാസം എന്നാണ് ആ കുഞ്ഞിന്റെ അപ്പന്റെ പേര്. സാജന എന്നാണ് ആ കുഞ്ഞിന്റെ പേര്. അമ്മയുടെ പേര് സ്വാതി. സ്വാതിയുടെയും ആദിത്യ വിശ്വാസത്തെയും മകൾക്ക് ഒരു തുക കിട്ടി കഴിയുമ്പോൾ ഈ തുകയുമായിട്ട് അച്ഛന്റെ അടുത്ത് ചെന്നിട്ട് അപ്പനോട് പറയുന്നുണ്ട്
ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നമുക്ക് കൊടുക്കാം. വീടില്ലാത്തവർക്ക് ഒരു തുണയായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന്റെ കയ്യിൽ കൊണ്ടുപോയി പണം ഏൽപ്പിക്കുന്ന ഈ കുഞ്ഞ്, പിന്നീട് നമുക്ക് പത്രത്തിൽ വായിക്കുന്ന വാർത്ത ഇങ്ങനെയാണ്: അവള് തുള്ളിച്ചാടി ട്രെയിനുകളിലും ബസ്സുകളിലും പാട്ടുകൾ പാടിക്കൊണ്ട് അവളൊരു തുക സമാഹരിക്കുകയാണ്. വീട് പണിയുന്നതിന് വേണ്ടിയുള്ള തുക സമാഹരിക്കുകയാണ്. ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞ് ഈ ട്രെയിനിലും ബസ്സുകളിലും ഒക്കെ പാട്ടുകൾ പാടിപ്പോകുമ്പോൾ ഈ അമ്മ ഈ കുഞ്ഞിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കുകയാണ്. ഒരു ബിസിനസ്സുകാരനായ അച്ഛൻ ആദ്യത്തെ വിശ്വാസം പറയുന്നുണ്ട്, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കുഞ്ഞെ നീ ഇത് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പനും പ്രോത്സാഹനം കൊടുക്കുകയും അങ്ങനെ കിട്ടിയ തുക മുഴുവനും സമാഹരിച്ചുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന കാര്യം സമൂഹ മധ്യത്തില് വാർത്തയായി മാറിയപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ അവളെ വിളിച്ച് അഭിനന്ദിക്കുന്നുണ്ട്. അവസാനം അത് രാഷ്ട്രപതിയുടെ അടുത്തെത്തി കഴിയുമ്പോൾ രാഷ്ട്രപതി ആ കുഞ്ഞിനെ വിളിക്കുകയും രാഷ്ട്രപതിയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ രാഷ്ട്രപതി അവർക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അതൊരു തുകയാണ്. ആ തുക അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിന്റെ വിദ്യാഭ്യാസത്തിനായിട്ട് നിനക്ക് ഉപയോഗിക്കാം, സ്കോളർഷിപ്പ് ആയിട്ടാണ് നീ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതി ഇവൾക്കത് സമ്മാനമായിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്: എന്റെ അച്ഛൻ എന്നെ പഠിപ്പിക്കും, ഈ തുക ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കാമെന്ന്. അങ്ങനെ ആ തുകയും ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കുന്ന സൗജന്യയും സ്വാതിയും ആദിത്യ വിശ്വാസത്തെയുമായിട്ടുള്ള ഒരു കുടുംബമുണ്ട്. ഈ കുടുംബം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുക. എന്റെ തൊട്ടടുത്ത കുടുംബത്തില് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വേദനകളും സഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ കരുതലും കാവലുമായിട്ട് മാറാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ എന്നുള്ളതാണ്. അതാണ് നമ്മളോടുള്ള ഒരു ചോദ്യം. ഇവിടെയാണ് ഓർമ്മപ്പെടുത്തുന്നത് സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുക. ഇടവകയിലേക്ക് ഞാൻ കടന്നിട്ട് എനിക്ക് എന്ത് കിട്ടുമെന്നുള്ളതല്ല ചോദിക്കേണ്ടത്. കുടുംബ യൂണിറ്റിന് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് നേടാൻ സാധിക്കും എന്നുള്ളതല്ല. ദേവാലയത്തിൽ ഞാൻ പങ്കെടുത്തു കഴിഞ്ഞാൽ, സമൂഹത്തിലെ സംഘടനയിൽ ചേർന്ന് കഴിഞ്ഞാൽ, സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ സമയം എനിക്ക് നഷ്ടപ്പെടുകയല്ലേ എന്നുള്ളതാണ് നമ്മളൊക്കെ ഒരു പക്ഷെ ചിന്തിക്കുക. ഓർമ്മപ്പെടുത്തുകയാണ്, നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടിയല്ല. നീ ജീവിക്കുന്ന കുടുംബത്തിന്, സമൂഹത്തിന്, ഇടവകയ്ക്ക്, നീ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നന്മ പ്രവർത്തിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസമാകാൻ, സാന്ത്വനമേകാൻ, വിശക്കുന്നവർക്ക് അപ്പമായിട്ട് മാറുന്നതിന് വേണ്ടിയാണ് നിന്നെയും എന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പറയുക, സാമൂഹിക പ്രതിബദ്ധത വേണം. പരിശുദ്ധ അമ്മയെ ഓർമ്മപ്പെടുത്തുകയാണ്, സാമൂഹിക പ്രതിബദ്ധത വേണം എന്നുള്ളത്. രണ്ടാമതായിട്ട് പറയുക, കൂട്ടത്തിലുള്ളവരെ, കൂടെയുള്ളവരെ ചേർത്ത് വെക്കണമെന്നുള്ളത്. കൂടെയുള്ളവരെ ചേർത്ത് വെക്കണം. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം, മലച്ചെരുവിലൂടെ ഓടുന്ന പരിശുദ്ധ അമ്മ എങ്ങോട്ടാണ് എന്ന് ചോദിച്ചാൽ സക്കറിയായുടെ വീട്ടിലേക്കാണ് ഓടുന്നത്. സക്കറിയായുടെ വീട്ടിലേക്ക് ഓടുന്നത് ഏലീശാമ്മ ഗർഭിണിയായി നടന്ന സന്തോഷ വാർത്തയിൽ സന്തോഷിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, അവളെ പരിചരിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ പോയി അവളെ പരിചരിച്ച് ശുശ്രൂഷ ചെയ്തു എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഞാൻ ദൈവപുത്രന്റെ അമ്മയാകാനായിട്ട് പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഹന്തയോടും അഹംഭാവത്തോടും കൂടെ നിന്ന ഒരു സ്ത്രീ അല്ല പരിശുദ്ധ അമ്മ. മറിച്ച് കൂടെയുള്ളവര് അവിടെ ഒരു സന്തോഷ വാർത്ത അറിയുമ്പോൾ, അവിടെ പരിചരണം വേണമെന്ന് അറിയുമ്പോൾ അങ്ങോട്ടേക്ക് ഓടിപ്പോയി കൊണ്ട് അവിടെ പരിചരിക്കുവാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിക്കുന്ന വിനീതയും എളിമയുമുള്ള ഒരു സ്ത്രീയായിട്ട് മാറുകയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെ കാണുമ്പോൾ ഏലീശോ പറയുന്നുണ്ട്, നീ സ്ത്രീകളിൽ ഭാഗ്യവതിയാ, നിന്റെ ഉദരം ഭാഗ്യവതിയാ. നിന്നെ കാണുമ്പോൾ, നിന്റെ സാന്നിധ്യം കണ്ടപ്പോൾ തന്നെ എന്റെ ഉദരത്തിൽ കുഞ്ഞു കുതിച്ചു ചാടി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ പുകഴ്ത്തുമ്പോഴും പരിചരിക്കുവാനായി സന്നദ്ധത കാണിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്ന പരിശുദ്ധ അമ്മയെയാണ് നമ്മൾ കാണുക. അമ്മയെ ഓർമ്മപ്പെടുത്തുക, കൂട്ടത്തിലുള്ളവർക്ക് എന്നും സഹായമായിട്ട് മാറണം. കൂടപ്പിറപ്പുകളെ ചേർത്ത് പിടിക്കണം. കൂട്ടത്തിലുള്ളവരെയും കൂടപ്പിറപ്പുകളെയും അകറ്റി നിർത്തിക്കൊണ്ട് തന്റേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സാധിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയെ ഓർമ്മപ്പെടുത്തുക, കൂട്ടത്തിലുള്ളവരെ ചേർത്ത് പിടിക്കണം, കൂടപ്പിറപ്പുകളെ കണ്ടുപഠിക്കണം എന്നുകൂടെ പറഞ്ഞുകൊണ്ടാണ് അമ്മ നമ്മളെ പഠിപ്പിക്കുക. അവരെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും വേണമെന്ന് പഠിപ്പിക്കുകയാണ്. ഒരേ മേൽക്കൂരയ്ക്കുള്ളിൽ സഹോദരങ്ങള് ജീവിച്ചു വളർന്ന് വലുതായി സ്വത്ത് ഭാഗിക്കപ്പെടുമ്പോൾ പരസ്പരം മിണ്ടാതെ ശത്രുതയിലും വിദ്വേഷത്തിലും കഴിയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയെ ഓർമ്മപ്പെടുത്തുക, കൂട്ടത്തിലുള്ളവരെ ചേർത്ത് പിടിക്കണമെന്നുള്ളത്. പത്തനംതിട്ടയില് ഒരു 3 വർഷം മുമ്പ് സംഭവിച്ചൊരു കാര്യം ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം.
എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ, പട്ടി മാത്രം, നായ മാത്രം കൂട്ടായിട്ട് വന്നിരിക്കുകയാണ്. നായ സഹായിച്ച അമ്മ എന്നായിരുന്നു ആ പത്രവാർത്തയുടെ തലക്കെട്ട്. ആ അമ്മയെ പരാമർശിക്കുന്നത് എങ്ങനെയാണ്? മകനും ഭാര്യ, ഇളയ മകനും ഭാര്യയും കൂടി ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെയും കാറിൽ കയറ്റി അവർ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു കടത്തിണ്ണയിൽ ഇരുത്തിയിട്ട് ആ ചായ വാങ്ങിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ പോയി ഷോപ്പിംഗ് നടത്തി തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അവർ കടന്നു പോവുകയാണ്. രാത്രിയായിട്ടും ആരും അമ്മയുടെ അടുത്ത് വരാതെയാകുമ്പോൾ അമ്മ ആകെ അസ്വസ്ഥയാവുകയാണ്. ദുഃഖാർത്ഥിയാകുന്ന അമ്മ അവിടെ കിടന്നുറങ്ങുകയാണ്. ആ കിടന്നുറങ്ങുന്ന അമ്മയുടെ അടുത്ത് പിറ്റേ ദിവസം നോക്കുമ്പോൾ അമ്മ വളർത്തിയ നായ അവിടെ എത്തിയിട്ടുണ്ട്. അമ്മയെ അന്വേഷിച്ചു വന്ന നായയാണ്. നേരെ വെളുത്തു കഴിഞ്ഞിട്ട് ആരും അമ്മയെ കൊണ്ടുപോകാനായിട്ട് വന്നില്ല. ഒരു കടത്തിണ്ണയിൽ ആരുമില്ലാതെ വിശപ്പിന്റെ വിളിയും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അമ്മയുടെ അടുത്ത് തൊട്ടടുത്തുള്ള ക്ലിനിക്കിലെ 2 നേഴ്സുമാർ വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴും ഈ അടുത്ത് വന്നിരിക്കുന്ന പട്ടി, നായ ഈ അമ്മയുടെ അടുത്ത് ആരെയും അടുപ്പിക്കുകയില്ല, അമ്മയുടെ അടുത്ത് വരാൻ പോലും അനുവദിക്കുകയില്ല. അങ്ങനെ ആരും അടുത്ത് വരാൻ അനുവദിക്കാതിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഈ 2 നേഴ്സുമാർ ഈ അമ്മയുടെ വസ്ത്രം മാറുന്നതിന് വേണ്ടി പുതിയ വസ്ത്രവുമായിട്ട് എത്തുമ്പോഴും ഈ നായ അമ്മയെയും ഈ നേഴ്സുമാരെയും മാറി മാറി നോക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നിട്ട് അവസാനം ഈ കുട്ടികൾ പറയുന്നുണ്ട്, ഈ നേഴ്സുമാർ പറയുന്നുണ്ട്, ഈ അമ്മയെ സഹായിക്കാനായിട്ടാണ് എന്ന് പല പ്രാവശ്യം പറയുമ്പോൾ ഈ നായ അരികിലേക്ക് മാറി നിൽക്കുകയാണ്. മാറി നിൽക്കുമ്പോഴാണ് ഈ 2 നേഴ്സുമാർ ചെന്ന്, സിസ്റ്റേഴ്സ് ചെന്ന് ഈ അമ്മയുടെ വസ്ത്രങ്ങൾ മാറുക. ഇതറിഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും സാമൂഹിക പ്രവർത്തകരും ഒക്കെ അവിടെ വന്ന് അമ്മയെ പരിചരിക്കുവാനായിട്ട് ആരംഭിക്കുമ്പോൾ ഈ നായ സഹായകനായിട്ട്, സംരക്ഷകനായിട്ട് ഈ അമ്മയുടെ അരികിലുണ്ട്. ഈ മക്കൾ ആരും അമ്മയെ തിരിഞ്ഞു നോക്കിയില്ല. ഈ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്, അമ്മയുടെ മക്കളൊക്കെ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നത്, എനിക്ക് 3 മക്കളുണ്ട്. 2 പേര് വിദേശത്താണ്, ഒരുത്തൻ നാട്ടിലാണ്, അവൻ ഉദ്യോഗസ്ഥനാണ്. ഭർത്താവ് മരിച്ചു പോയിട്ട് വർഷങ്ങളായി. ഇവരെയൊക്കെ വളർത്തി വലുതാക്കിയത് ഞാനാണ് എന്ന് ഈ അമ്മ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ അവർക്ക് ഭാരമാണ്. ഉദ്യോഗസ്ഥനായ എന്റെ മകന് എന്റെ ശക്തിയും ബുദ്ധിയും പോരാ എന്ന് പറയുമ്പോൾ അന്തസ്സിന് യോജിക്കാത്ത ഒരു അമ്മയായിട്ട് ഞാൻ മാറി എന്നാണ് എന്റെ മകൻ പറയുന്നത് എന്നാണ് ഈ അമ്മ ചുറ്റുപാടും വന്ന മനുഷ്യരുമായിട്ട് പറയുക. ഞാൻ അവർക്കൊരു ഭാരമാണ്. അവന്റെ വീട്ടിലെ അവന്റെ സ്വന്തക്കാരും ബന്ധുക്കളും ഭാര്യയുടെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ വരുമ്പോൾ, ഉദ്യോഗസ്ഥരായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ എനിക്ക് അവരുടെ മുന്നിൽ ചെല്ലാനായിട്ടുള്ള അറിവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവരുടെ മുന്നിൽ ഒരു പുച്ഛമായിട്ടുള്ള വ്യക്തിയായിട്ട് അധപ്പതിച്ചിരിക്കുക. എന്നെ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മ വാവിട്ട് കരയുക. പോലീസുകാർ അവിടെ എത്തുന്നുണ്ട്. പോലീസുകാർ ഇവരെയൊക്കെ വിളിച്ച്, ഈ മക്കളെയൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, അമ്മയെ വൃദ്ധമന്ദിരത്തിലേക്ക് എത്തിക്കുകയോ വീട്ടിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ കോടതി കേസെടുക്കുമെന്ന് പറയുമ്പോൾ അവസാനം ഈ അമ്മയെ വൃദ്ധമന്ദിരത്തിൽ എത്തിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ വാർത്ത അവസാനിപ്പിക്കുക. ഓർമ്മപ്പെടുത്തുകയാണ്, സ്വത്തിന്റെ വിലയാണെന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന വില എന്ന് പറയുക, നമ്മുടെ സഹോദരങ്ങളുടെ വില എന്ന് പറയുക, സ്വാർത്ഥമോഹങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അറ്റം വരെയും പോകുമ്പോൾ കൂട്ടത്തിലുള്ളവരെയും കൂടപ്പിറപ്പുകളെയും ഒക്കെ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുക. എന്നിട്ട് ജീവിക്കുന്ന ഒരു ശൈലിയിലേക്കാണ് ഇന്ന് നമ്മളൊക്കെ വന്നിരിക്കുക. ഇവിടെയാണ് പറയുക, കൂട്ടത്തിലുള്ളവരെ ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് വൃദ്ധരായി കഴിയുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൗന്ദര്യമൊക്കെ ഒരു പക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അവരുടെ കരങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ കരങ്ങളുടെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട, മൃദുത്വമൊക്കെ നഷ്ടപ്പെട്ട് ഒരു പക്ഷേ മരത്തിന്റെ മരവിപ്പോട് കൂടിയിരിക്കുന്ന കരങ്ങളായിരിക്കാം അവരുടെ കരങ്ങൾ. നടന്നെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വൃത്തികെട്ട കാലുകളായിട്ടായിരിക്കാം നമ്മുടെ മാതാപിതാക്കളുടെ കാലുകളായി മാറിയിരിക്കുക. കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ കരങ്ങളെടുത്ത് ചുപ്പിക്കാനായിട്ട് സാധിക്കണം. ഒരുപക്ഷെ കല്ലുകൾ അലക്കുന്ന ഒരു കാലഘട്ടത്തില് നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കള് അലക്കിയും ഭക്ഷണം പാകപ്പെടുത്തിയും അവരുടെ കാര്യങ്ങളൊക്കെ അശുദ്ധമായ അല്ലെങ്കിൽ വൃത്തികേടായിട്ട് മാറിയപ്പോൾ, അവരുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടപ്പോൾ അവരോടൊന്ന് ചോദിക്കണം, ആർക്കു വേണ്ടിയാണ് ഈ കരങ്ങള്, ഈ മുഖമൊക്കെ സൗന്ദര്യമില്ലാതാക്കി മാറ്റിയതെന്ന് ചോദിച്ചാൽ ഈ അപ്പനും അമ്മയും പറയും, അത് നിനക്ക് വേണ്ടി. നീ ശിശുവായിരുന്നപ്പോൾ, നീ വളർന്നപ്പോൾ ഞങ്ങൾ അധ്വാനിച്ച് ഇന്ന് നീ ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ നിലയിൽ എത്തുന്നതിന് വേണ്ടി എന്റെ സൗന്ദര്യവും എന്റെ ശക്തിയും എന്റെ ഊർജവും മുഴുവനും അതിനുവേണ്ടി മാറ്റിവെച്ചു എന്ന് പറയത്തക്ക വിധത്തിൽ ജീവിക്കുന്ന വൃദ്ധരായ മാതാപിതാക്കളെ ഇന്നത്തെ സമൂഹത്തിന് സ്വത്തിന്റെയും പണത്തിന്റെയും വിലയിട്ട് കുടുംബത്തിൽ നിന്നും മാറ്റി നിർത്തുമ്പോൾ ഓർക്കണം,
പരിശുദ്ധ അമ്മയെ ഓർമ്മപ്പെടുത്തുകയാ, കൂട്ടത്തിലുള്ളവരെ ചേർത്ത് വെക്കുവാനായിട്ട് നമുക്ക് കഴിയണമെന്ന്. കൂട്ടത്തിലുള്ളവരെ ചേർത്ത് വെക്കാൻ സാധിക്കാതെ വിശ്വാസത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ജപമാലയും ചൊല്ലിക്കൂട്ടി പ്രാർത്ഥനാ മന്ത്രങ്ങളും ഉരുവിട്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ കയറിയിറങ്ങി പ്രാർത്ഥനകളിൽ ഒരു തരത്തിലുള്ള കുറവുകളും വരുത്താതെ മുന്നോട്ട് പോകുമ്പോൾ ഈ വിശ്വാസത്തിന്, ഈ ആചാര അനുഷ്ഠാനങ്ങൾക്ക് എന്തർത്ഥമെന്ന് ചോദിച്ചാൽ അർത്ഥശൂന്യമല്ലാതെ മറ്റൊരു വാക്കില്ല എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥമെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയാണ്, നിന്റെ വിശ്വാസവും നിന്റെ ആചാരവും നിന്റെ അനുഷ്ഠാനവും നിന്റെ ജീവിതത്തിനെ സ്പർശിക്കുന്നില്ല എങ്കിൽ നിന്റെ ഈ ആചാര അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒക്കെ അർത്ഥശൂന്യമായിട്ട് അധപ്പതിക്കുകയുള്ളൂ എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് അമ്മ പറയുക, എന്നെ കണ്ടുപിടിക്കുക, എന്റെ പേരിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. ഏലി സ്വാമിക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് അമ്മ പറയുക, ഈ ഒരു സംസ്കാരം അമ്മ സംസ്കാരമാണ്. വാത്സല്യത്തിന്റെ, കരുതലിന്റെ, കാവലിന്റെ ഒരു സംസ്കാരം അത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം, സമൂഹത്തിൽ ഉണ്ടാകണം, ജീവിക്കുന്ന തലങ്ങളിലൊക്കെ രൂപപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മ പറയുന്ന കാര്യം ഇതാണ്, ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നെഞ്ചകത്തോട് ചേർത്ത് വെക്കുന്ന കരുതലുള്ള അപ്പനും അമ്മയും മക്കളുമുള്ള കുടുംബങ്ങളായിട്ട്, ഇടവകയായിട്ട്, സമൂഹമായിട്ട് സൗഹൃദങ്ങൾ രൂപപ്പെടുത്തുന്ന നല്ലൊരു സമൂഹമായിട്ട് നമ്മൾ മാറണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മ പറയുക, സാന്നിധ്യം അനുഗ്രഹമായിട്ട് മാറണം. സാന്നിധ്യം അനുഗ്രഹമാകണം. പരിശുദ്ധ അമ്മ പറയുന്നതാണ്, നീ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെയൊക്കെ അവർക്ക് അനുഗ്രഹമായിട്ട് മാറണം. നീ കയറി ചെല്ലുമ്പോൾ നീ ഈ ഭൂമിക്ക് ഭാരമായിട്ട്, മനുഷ്യന്റെ ശല്യമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ആള് വന്നു കഴിഞ്ഞാൽ ഇവിടെ അസ്വസ്ഥത ഉണ്ടാക്കും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ജീവിത ശൈലി ആകാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അമ്മ പറയുക, നിന്റെ സാന്നിധ്യം അതെവിടെയാണെങ്കിലും, കുടുംബത്തിലാണെങ്കിലും, സമൂഹത്തിലാണെങ്കിലും, ഇടവകയിലാണെങ്കിലും, ജീവിക്കുന്ന തലങ്ങളിലാണെങ്കിലും, ഏത് മേഖലകളിലാണെങ്കിലും നിന്റെ സാന്നിധ്യം അനുഗ്രഹമായിട്ട് മാറണം. അമ്മ പറയുക, അതാണ് കാനായിലെ കല്യാണം എടുക്കുക. കാനായിലെ കല്യാണ വിരുന്നില് അമ്മയോട് ആരും പറഞ്ഞില്ല, അവിടെ വീഞ്ഞ് തീർന്നു പോയി. ഒരു കുടുംബത്തിന്റെ ഐശ്വര്യമില്ലാതാവുന്ന ഒരു അവസ്ഥയാണ്. ഒരു കുടുംബത്തില് സദ്യ നടത്തുമ്പോൾ ചോറ് തീർന്നു പോയി, വിഭവങ്ങൾ തീർന്നു പോയി എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന ഈ അസ്വസ്ഥത എന്താണ് എന്നറിയാം. വീഞ്ഞ് എന്ന് പറയുക ഐശ്വര്യത്തിന്റെ, സമാധാനത്തിന്റെ, ഊർജത്തിന്റെ, നന്മയുടെ പ്രതീകമാണ് വീഞ്ഞ് എന്ന് പറയുക. ഈ വീഞ്ഞ് ഒരു സദ്യയിൽ തീർന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ സംഭവിച്ചു എന്നുള്ളതാണ്. അത് അവർക്ക് ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്. ഈ ദുഃഖകരമായ അവസ്ഥയെ കണ്ടറിയുന്ന പരിശുദ്ധ അമ്മ അവിടെ ആ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ്. അമ്മയുടെ സാന്നിധ്യം അവിടെ അനുഗ്രഹമാവുകയാണ്. ആരും എന്ന് പറഞ്ഞിട്ടല്ല, കണ്ടറിഞ്ഞ് ആ കുടുംബത്തിന്റെ ആവശ്യത്തിലേക്ക് കടന്നു ചെല്ലുന്ന പരിശുദ്ധ അമ്മയെ ഓർമ്മപ്പെടുത്തുക, നീ എവിടെ ചെല്ലുമ്പോഴും നിന്റെ സാന്നിധ്യം അവർക്കൊരു തുണയാകണം, സങ്കേതമാകണം, അവർക്ക് അനുഗ്രഹമായിട്ട് മാറണം. കാനായിലെ കല്യാണ വിരുന്നിലെ അസ്വസ്ഥത നിറഞ്ഞ നിമിഷത്തില് പരിശുദ്ധ അമ്മയുടെ ഇടപെടലും സാന്നിധ്യവും ഈശോയുടെ കരങ്ങളിൽ അനുഗ്രഹവും അവിടെ എത്തിയപ്പോൾ ആ കുടുംബത്തിന് സമാധാനവും ഐശ്വര്യവും തിരികെടുക്കാൻ സാധിച്ചു. പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് മാറുക. നമ്മുടെയൊക്കെ സാന്നിധ്യം അനുഗ്രഹമായിട്ട് മാറണം. ഇന്ന് നാം ജീവിക്കുന്ന സമൂഹം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നാം ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ സാന്നിധ്യം ഒരിക്കലും അനുഗ്രഹമായിട്ട് മാറുന്നില്ല എന്നുള്ളത്. അമ്മ സംസ്കാരത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം അതാണ്. മറ്റുള്ളവർക്ക് നമ്മുടെ സാന്നിധ്യം അനുഗ്രഹമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഭൂമിക്ക് ഭാരമായി, കുടുംബത്തിന് ശല്യമായി, കുടുംബത്തിന് ഭാരമായി ജീവിക്കുവാനല്ല ഞാനും നിങ്ങളുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. ഈ സമൂഹത്തിലേക്ക് നാം കടന്നു കഴിയുമ്പോൾ ഈ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, കുടുംബ ബന്ധങ്ങൾ പോലും അറ്റുപോകുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരെയാണ് നാം കാണുക. ഇന്നത്തെ ഈ നമ്മുടെ നാടിനെ പോലും നാം പറയുക ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ളതാണ്. വിശ്വാസികളെ എടുത്തു കഴിഞ്ഞാൽ 85% വിശ്വാസികൾ ജീവിക്കുന്ന ഒരു നാടാണ് കേരളം. പക്ഷെ ഈ നാടിനെ വെച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ചോരമണുക്കുന്ന തെരുവുകളെയാണ് ഇന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. പകയും വിദ്വേഷവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് 4 വർഷത്തിന് ശേഷം പോലും ഒരു കുടുംബത്തെ ഇല്ലാതാക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന, ചിന്താപരമായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം എന്ന് പറയുക. എന്തിനേറെ പറയുന്നു, നൊന്ത് പ്രസവിച്ച അമ്മയെയും കൂട്ടത്തിലുള്ള ജ്യേഷ്ഠനെയും കൊന്നു കുഴിച്ച് സ്വന്തം വീട്ടിൽ തന്നെ കുഴിച്ചുകൂടി ഒന്നും അറിയാത്തവരെ പോലെ കടന്നു പോകുന്ന അനുജന്മാർ ജീവിക്കുന്ന നമ്മുടെ സമൂഹമാണ് ഇന്നത്തെ സമൂഹം എന്ന് പറയുക. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ പോലും ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം, ഇഷ്ടപ്പെടാത്ത ഭാര്യയെ കഴുത്തെടുത്ത് വന്നിട്ട് അന്തസ്സോടുകൂടി അഹന്തയോടുകൂടി ജീവിക്കുന്ന ഭർത്താക്കന്മാരുള്ള നാടാണ് നമ്മുടെ നാട്.
എന്റെ കുഞ്ഞിനെ കഴുത്ത് തിരിച്ചു കൊന്നിട്ട് ഒന്നും അറിയാത്തവളെ പോലെ ആശുപത്രിയിലേക്ക് നടന്നു പോകുന്ന അമ്മമാര് ജീവിക്കുന്ന സമൂഹമാണ് നമ്മുടെ ഈ സമൂഹം. ഇഷ്ടപ്പെടാത്ത കാമുകിയെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അവളെ ഇല്ലാതാക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന കാമുകന്മാര് ജീവിക്കുന്ന സമൂഹം. സ്നേഹിച്ച പുരുഷനെ കിട്ടാതെ വരുമ്പോൾ തന്ത്രത്തിൽ വിളിച്ചു വരുത്തി വെട്ടി നിർത്തി തുണ്ടമായി കൊളുത്തി ബാഗുകളിലാക്കിയിട്ട് മലഞ്ചെരിവിലേക്ക് വലിച്ചെറിയുന്ന ഒരു സംസ്കാരം പോലും ഇന്നിവിടെ രൂപപ്പെട്ടിരിക്കുക. ഇവിടെയാണ് പറയുക, ഇഷ്ടപ്പെടാത്ത ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിനെ പോലും ഉപേക്ഷിച്ചുകൊണ്ട് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ തറക്കടിച്ച് കൊന്നിട്ട് കാമുകന്റെ പുറകെ കടന്നു പോകുന്ന ഭാര്യമാര് ജീവിക്കുന്ന ഇന്നത്തെ സമൂഹത്തെ നോക്കിക്കൊണ്ടാണ് പറയുക, ഒരമ്മ സംസ്കാരം രൂപപ്പെടണം. ഒരമ്മ സംസ്കാരം രൂപപ്പെടണം. നിന്റെ സാന്നിധ്യം അനുഗ്രഹമാകണം. നിന്റെ വിശ്വാസവും നിന്റെ ആചാരവും അനുഷ്ഠാനവും നിന്റെ പ്രാർത്ഥനാ മന്ത്രങ്ങളും നിന്റെ ജീവിതത്തിലേക്ക് ഈ അമ്മയുടെ വാത്സല്യത്തിന്റെ നിറവ് അത് ഉണ്ടാകുന്നില്ല എങ്കിൽ, കരുതലിന്റെ കാവലിന്റെ നിറവ് അത് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ, ഈ വിശ്വാസം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നാണ് പരിശുദ്ധ അമ്മ നമ്മളോട് ചോദിക്കുക. ആ വിശ്വാസത്തിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ കാലഘട്ടത്തിൽ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടി അത് ദൈവത്തിന് പോലും അബദ്ധമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് കവി പരാമർശിക്കുന്ന ഒരു പദ്യശകലമുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിയില് ഏറ്റവും വലിയ അബദ്ധമായിരുന്നു 6-ാം ദിവസത്തെ സൃഷ്ടിയായ മനുഷ്യന്റെ സൃഷ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലെ മനുഷ്യന്റെ ജീവിത ശൈലിയെ നോക്കിക്കൊണ്ട് എഴുതി വെച്ചിരിക്കുക. വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും പ്രണയമില്ലാതെ പ്രാപിക്കുകയും തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന മൃഗത്തെ സൃഷ്ടിച്ച ദൈവം പരിതപിക്കുകയാണ്. കവി പറയുന്നത് എങ്ങനെയാ? വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും പ്രണയമില്ലാതെ പ്രാപിക്കുകയും തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന മൃഗത്തെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഇന്ന് പരിതപിക്കുകയാണ്. വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമുക്ക് പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനാ മന്ത്രങ്ങൾ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കും. ദേവാലയങ്ങളിൽ കയറിയിറങ്ങും, പ്രാർത്ഥനകൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ദേവാലയത്തിലും കുടുംബത്തിലും സമൂഹത്തിലും സകല സ്ഥലങ്ങളിലും ചൊല്ലാവുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ടുകൊണ്ട്, ചൊല്ലാവുന്ന ജപമാലകളൊക്കെ ചൊല്ലിക്കൊണ്ടുകൊണ്ട് നാം കടന്നു പോകുമ്പോൾ വിനയമില്ലാത്ത പ്രാർത്ഥനയാണ് നാം ചൊല്ലുന്നത്. കാരണം അഹന്തയും അഹങ്കാരവും മനസ്സിൽ നിറച്ചു വെച്ചുകൊണ്ട് കൂട്ടത്തിലുള്ളവരെയും കൂടപ്പിറപ്പുകളെയും ഇല്ലാതാക്കുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ട് പകയും വിദ്വേഷവും ഒക്കെ മനസ്സിൽ നിറച്ചുകൊണ്ട് മറ്റുള്ളവരെ മാറ്റി നിർത്തുന്ന മനോഭാവത്തോടെ ജീവിക്കുകയും പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുമ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്, വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയാണ് എന്നുള്ളത്. വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും പ്രണയമില്ലാതെ പ്രാപിക്കുകയും ചെയ്യുന്ന പ്രണയം എന്ന് പറയുക അതിവിശുദ്ധമായ ഒന്നാണ്. വിവാഹ ദാമ്പത്യ ജീവിതത്തില് ഏറ്റവും അതിവിശുദ്ധമാണ് പ്രണയം. അതിവിശുദ്ധമായ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ്, ഏറ്റവും വലിയ പദമാണ് ഈ പ്രണയം എന്ന് പറയുക. ഈ പ്രണയം ഇന്ന് ഇല്ലാതായിട്ട് മാറുകയാണ്. കിടപ്പറയിൽ പോലും ലൈംഗിക വീഴ്ചയുടെ ഇടമാണെന്ന് മാത്രം കണക്കാക്കിക്കൊണ്ട് അവിശുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന ഇന്നത്തെ സമൂഹത്തെ നോക്കിക്കൊണ്ട് സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തില് കുടുംബ ബന്ധങ്ങളുടെ അർത്ഥം പോലും കണ്ടെത്താൻ കഴിയാത്ത വിധത്തില് ജീവിതത്തെ നയിക്കുമ്പോൾ പറയുന്ന ഒരു പദമാണ് പ്രണയമില്ലാതെ പ്രാപിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുക. തിന്നാനല്ലാതെ കൊല്ലുന്ന സമൂഹം, തിന്നാനല്ലാതെ കൊല്ലുന്ന ഒരു മൃഗമായിട്ട് മനുഷ്യൻ അധപ്പതിച്ചിരിക്കുകയാണ്. മൃഗങ്ങൾ പോലും മറ്റൊരു മൃഗത്തെ കൊല്ലുന്നത് തിന്നാൻ വേണ്ടിയാണ്. വനാന്തരങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു മൃഗം മറ്റൊരു മൃഗത്തെ കൊല്ലുന്നുണ്ടെങ്കിൽ അത് തിന്നാനായിട്ട്. തീറ്റ കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു മൃഗം അടുത്ത ഒന്നിനെ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ തന്റെ പകയും വിദ്വേഷവും ശത്രുതയും ഒക്കെ മനസ്സിൽ നിറച്ചു വെച്ചുകൊണ്ട് അത് കൂട്ടത്തിലുള്ളവരാണെങ്കിലും കൂടപ്പിറപ്പുകളാണെങ്കിലും കുടുംബത്തിലുള്ളതാണെങ്കിലും കൊന്നൊടുക്കുവാനായിട്ട് മടി കാണിക്കാത്ത മനുഷ്യൻ അധപ്പതിച്ചിരിക്കുമ്പോൾ അവരെ നോക്കിക്കൊണ്ടാണ് പറയുക, തിന്നാനല്ലാതെ കൊല്ലുന്ന ഈ മൃഗത്തെ സൃഷ്ടിച്ച ദൈവം പരിതപിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറയുക, ഇവിടെ ഒരു പുതിയ സംസ്കാരം രൂപപ്പെടണം, ഒരു അമ്മ സംസ്കാരം രൂപപ്പെടണം. ഈ അമ്മ സംസ്കാരം വാത്സല്യത്തിന്റെ കനിവിന്റെ കരുണയുടെ ഒരു സംസ്കാരമാണ്. അത് കരുതലിന്റെയും കാവലിന്റെയും സംസ്കാരമാണ്. പകലന്തിയോളം പണിയെടുത്ത അമ്മമാര് നമ്മുടെ കുടുംബങ്ങളിൽ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ രാത്രിയില് വൈകിയെത്തുന്ന മകന് വേണ്ടി കാത്തിരിക്കുന്ന അമ്മമാരെ നമുക്കറിയാം. ഈ അമ്മമാരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാത്സല്യവും കനിവും കരുതലുമുണ്ട്. ഈ കരുതൽ ഓരോ വ്യക്തികളോടും ഉണ്ടാകണമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അമ്മയുടെ കണ്ണുനീരിന്റെ അത്ഭുതങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഓടിക്കൂടുന്ന മനുഷ്യരാണ് നമ്മിൽ പലരും. ഓടിക്കൂടുമ്പോഴൊക്കെ അമ്മ കരയുകയാണ്. രക്തക്കണ്ണീര് പൊടിക്കുമ്പോഴും അതിന്റെയും ഫോട്ടോ എടുത്ത് വീട്ടിലും പള്ളികളിലും വെച്ച് നേർച്ചയിടാനും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത്ഭുതമെന്ന് കണ്ടുകൊണ്ട് അതിനെയൊക്കെ പുകഴ്ത്താൻ ശ്രമിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ചോദിക്കണം,
എന്തുകൊണ്ട് ഈ അമ്മ കണ്ണുനീരൊഴുക്കുന്നു, എന്തുകൊണ്ട് ഈ അമ്മ രക്തക്കണ്ണുനീരൊഴുക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിന്റെ ഈ ഒരു അവസ്ഥ കണ്ടുകൊണ്ട് അമ്മ പറയുകയാ, നിങ്ങൾ പിന്തിരിയണം. അമലോത്ഭവിയായ മാതാവ് പറയുകയാ, പാപത്തിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളെ വിട്ട് ദൈവത്തിന്റെ പക്കലേക്ക് തിരികെ വരണം. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാ, ഈ അമ്മ സംസ്കാരത്തിന് രൂപം കൊടുക്കുവാനായിട്ട് ഈ മേഖലയിലെ ഓരോ ഇടവക ജനത്തെയും ഓരോ വ്യക്തികളെയും അമ്മ വിളിക്കുകയാ. എനിക്ക് വേണ്ടി അമ്മ സംസ്കാരത്തിന് ഇവിടെ നിന്ന് രൂപം കൊടുക്കണം, ഇവിടെ നിന്ന് ആരംഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുക. കരുതലിന്റെ മക്കളായിട്ട് മാറണം, സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായിട്ട് തീരണം, കൂട്ടത്തിലുള്ളവരെ ചേർത്ത് പിടിക്കണം. നിങ്ങളുടെ സാന്നിധ്യം അത് അനുഗ്രഹമായി മാറണം. വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും പ്രണയമില്ലാതെ പ്രാപിക്കുകയും തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന ഇന്നത്തെ സമൂഹം ഇങ്ങനെയാണ് പോകുന്നത് എങ്കിൽ, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഒരുപക്ഷെ ഇത് പരിതപിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചത് എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്രകാരം ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ അമ്മ പറയുന്ന ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ, ഒരമ്മ സംസ്കാരത്തിന് രൂപം കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതിനാവശ്യമായിട്ടുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ഈ തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹാശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. ആമേൻ. നന്ദി പറയുകയാണ്. തിരിച്ചു പോകേണ്ടതുണ്ട്, അതുകൊണ്ട് പറയുക. ജിജേച്ചിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഞാനെങ്കിലും പറയുമ്പോൾ ഒരു പാസഞ്ചറാണ് പോകുന്നതെങ്കിൽ ജിജേച്ച പറയുന്നത് ഒരു വന്ദേവാനാണ് പോകുന്നത്. അങ്ങനെ ചിന്തിക്കും. ഞാനൊക്കെ ഓരോ വാക്ക് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഓരോ വാക്കിനെ ചിന്തിച്ചൊക്കെയാണ് പറയുന്നത്. ജിജേച്ച തുടങ്ങിയാൽ ഒടുക്കം വരെ ഒരേ സ്പീഡില് ഒരേ ശബ്ദം, അത്രയും ശബ്ദത്തില് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.